നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സൺറൈസ് കഫേയിലേക്ക്. ഇന്നത്തെ നമ്മുടെ സൺറൈസ് കഫേയിലെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫിലിം അമർ അക്ബർ അന്തോണി. ഈ സിനിമയുടെ സംവിധായകൻ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട നാദിർ ഷാ. ഇക്ക സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ഇക്ക ആദ്യം തന്നെ ഈ ഒരു ഫിലിമിൻ്റെ ഇത്രയ്ക്ക് വലിയൊരു സക്സസ് പ്രതീക്ഷിച്ചിരുന്നു? ഇത് പടം ഹിറ്റാകും എന്നുള്ളത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും നമ്മളുടെ മനസ്സിൽ തോന്നി ഈ പടം കൃത്യമായിട്ട് നല്ല കോമഡി കാര്യങ്ങളുണ്ട്, ഇത് വർക്കൗട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല സിനിമകളിലൊന്നായിരിക്കുന്നത്. പിന്നെ ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞ നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മിക്കവാറും ഒരു അത്യാവശ്യം നല്ല സിനിമകളിൽ ഒന്നായിരിക്കും എന്നുള്ളത് മറ്റുള്ള അഭിനേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഗത്തുനിന്ന് സീൻസ് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ചിരി കാര്യങ്ങൾ അതൊക്കെ കഴിയുമ്പോൾ ടോട്ടൽ നമ്മുടെ ലൊക്കേഷനിൽ ഇത് അത്യാവശ്യം കൊളത്താൻ സാധ്യത ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അപ്പോഴെല്ലാം നമ്മൾ സാധാരണ ഓക്കെ ഒരു സിനിമ തരകയില്ലാത്തൊരു സിനിമ എന്ന് പറയും ആൾക്കാർ എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ പടം ചെയ്യില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യത്തിനും അത് നല്ലതായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി. അതിന് വേണ്ടിയിട്ട് കുറേ എടുത്ത് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ സിനിമ കുറച്ചുകൂടി നന്നാക്കണം, അതിൻ്റെ ഫൈറ്റാണെങ്കിലും സോങ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സീക്വൻസ് ആണെങ്കിലും സീൻസ് ആണെങ്കിലും എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കണം എന്നുള്ളത് അങ്ങനൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങനൊരു ധാരണയോടുകൂടി അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്താണെങ്കിലും മറ്റുള്ള എല്ലാ സെക്ഷനിൽ നിന്നാണെങ്കിലും നമുക്ക് അതിനുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി മാക്സിമം പണിയെടുത്തു, അതിൻ്റെ ഒരു സക്സസ് കിട്ടി. ഇത് തീർച്ചയായിട്ടും നമുക്ക് താങ്കളുടെ ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ഒരു ശരാശരി വ്യൂവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ചിത്രം നല്ലൊരു തമാശ സിനിമയായിരിക്കും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോയത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഈ തമാശയ്ക്കൊക്കെ ഉപരി ഒരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരിലേക്ക് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ, ഈ സിനിമയിൽ അങ്ങനൊരു ഗുണം കിട്ടി അമർ അക്ബർ അന്തോണിയിൽ. കാരണം തമാശകൾ കൂടി പറഞ്ഞ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു ഇഷ്യൂ അതിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു സോഷ്യൽ മെസ്സേജ് ഇതിനകത്ത് ഈ സിനിമയിൽ അത് കൊടുക്കാനായിട്ട് പബ്ലിക്കിൻ്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനൊരു മെസ്സേജിന് സാധ്യത നമുക്ക് ഈ സിനിമയിലുണ്ടായി. അത് വളരെ ബുദ്ധിപരമായിട്ട് ഉള്ള സീൻസിൽ എല്ലാം നമ്മൾ ജനങ്ങൾ സ്റ്റാർട്ടിങ് ടു എൻഡ് പടത്തിൽ ചിരിക്കുന്ന തരത്തിൽ ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് സിനിമയുടെ ഗുണം. പിന്നെ കുറേ സീൻസിലൊക്കെ എന്താ പറയുക, ഒരു നെഞ്ചിലൊരു നൊമ്പരം ഉണ്ടാകുന്ന പല സീൻസ് ഇതിനകത്തുണ്ട്. എങ്കിലൊക്കെയാണ് ഒരു സിനിമ മനസ്സിൽ നിൽക്കുള്ളൂ. അല്ലാണ്ട് വെറും തമാശകൾ മാത്രം പറഞ്ഞുകൊണ്ടൊന്നൊരു സിനിമ ഒരിക്കലും മനസ്സിലേക്കില്ല. പക്ഷേ തിയേറ്റർ വിട്ട് ഏതൊരു പ്രേക്ഷകൻ, പ്രത്യേകിച്ച് ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു ചെറിയൊരു ടെൻഷനും കൂടി ഉണ്ടാക്കേണ്ടത്. കാരണം സമൂഹത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ വളരെ തുറന്നു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്കകം എന്നോട് വിളിച്ചിട്ട് ഒരു പാരൻറ്റിങ് കൺസൾട്ടൻറ്റ്, മലപ്പുറത്ത് നിന്നാണ് അവരുടെ പേര്, ജസീന എന്നാണ് ആ മാമിൻ്റെ പേര്. ആ മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂസൊക്കെ എഴുതും. അപ്പോൾ നല്ല സിനിമകൾ, അതിന് നല്ലൊരു സിനിമയാണ്. ഞാൻ എങ്ങനെയുണ്ട് മൂവി, നല്ല സിനിമയാണ്. നല്ല സിനിമ എന്നതിലപ്പുറം വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും നമ്മളെന്ന് പറഞ്ഞു. അതെ, ഇതിനകത്ത് സിദ്ദിഖയുടെ ക്യാരക്ടർ വേണ്ടത് എനിക്കുണ്ടേ ഈ പ്രായത്തിലൊരു മോള് എന്ന് പറയും പോലെ നമുക്കുണ്ട് ഈ പ്രായത്തിലൊരു മോള്. അപ്പൊ അതാണ് ഈ സിനിമയിൽ. അത് മാത്രമല്ലേ ഇപ്പോൾ വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഡോക്യുമെന്ററി പോലെ ഒരു ഇതാണ് നമ്മളെടുത്ത് കാണിക്കുന്നത്. ശരിയായിരിക്കും, നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരുക്കി പറഞ്ഞ ഡോക്യുമെന്ററിയിലേക്ക് അവതരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ആരും കാണില്ല. ഇത് ഇങ്ങനെയുള്ള സ്റ്റാർസും കാര്യങ്ങളും അവരുടെ തമാശകളിലേക്ക് കൂടി പോകുമ്പോൾ ആളുകൾ കയറുന്നുണ്ട്. ഭയങ്കര ഒരു ഓളമായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, സിനിമ ഒരു എന്താ പറയുക, ഒരു പക്ക എൻ്റർടൈനറാണ് സിനിമ. ജനം തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ കുറേ നാളിന് ശേഷം തിയേറ്ററുകളിൽ ശരിക്കും ബാൽക്കണി മുതൽ അങ്ങേ അറ്റത്ത് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്ന് കാണാൻ വേണ്ടി വരെ തയ്യാറായിട്ട് ജനം വന്നിരിക്കുന്നത്. ഒരുപാട് തിയേറ്ററുകളിൽ അഡീഷണൽ ചെയർ ഇട്ടിട്ടിരിക്കുന്നു. ഇതൊക്കെ സിനിമയിൽ ഈ അടുത്ത
ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. കാരണം നമ്മൾ ഇതൊക്കെ അന്യം നിന്ന് പോയ കാഴ്ചകളാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പല സിനിമകളും കാണാൻ പോകുമ്പോൾ ബാൽക്കണി സെക്ഷനിലൊക്കെ ആളുണ്ടാവും. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് അപ്പുറത്തേക്കൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് പോയി അവിടെ ഒന്നും ഫുള്ളാകാറേ ഇല്ല. പക്ഷേ ഈ സിനിമയിൽ ടിക്കറ്റ് കിട്ടാനിട്ട് ഏറ്റവും ഫ്രണ്ടിൽ വേണമെങ്കിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ പോലും തയ്യാറായിട്ട് ജനം വന്നിരിക്കുക. ഒരുപാട് ആൾക്കാർ ഒരു ഷോയ്ക്കുള്ള ജനം തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാണ്ട് തിരിച്ചു പോകുന്നു. നമ്മളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അടുത്ത് ഞാൻ പടം കാണാൻ ചെല്ലുന്ന സമയത്ത് ചേട്ടാ ടിക്കറ്റ് കിട്ടല്ല, അത് വിത്ത് ഫാമിലി ആയിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ടിക്കറ്റ് ഞങ്ങൾ 5 പേരുണ്ട്, പക്ഷേ 2 ചെയർ കിട്ടിയത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ഫാമിലി ഭയങ്കരമായിട്ട് നമുക്ക് കഷ്ടം തോന്നും. അത് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ഞാനടക്കം ഫിലിം കാണാനായിട്ട് 2 ദിവസം എടുത്തു എനിക്ക് ആ ടിക്കറ്റ് ഒന്ന് കയ്യിലേക്ക് കിട്ടാൻ. അപ്പം നമുക്ക് ഇതേ നിരാശ തോന്നും. നമ്മൾ കുടുംബത്തോടെ ഒരു പോകുമ്പോൾ അയ്യോ ഒരു എങ്ങനെയെങ്കിലും എന്നാണ് നമ്മൾ. അതാണ് അത് നമുക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇതുപോലെ തന്നെ എല്ലാവരും വന്ന് നിൽക്കുകയല്ലേ, എല്ലാവരും വന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മൾ ശരിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാൽ പോലും സന്തോഷമുണ്ട്. ആൾക്കാർ ഇത്രയും നമ്മളുടെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണല്ലോ, ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അത്. പിന്നെ ഈ ഇത്രയും പാടുപെട്ട് കണ്ട് ഇറങ്ങുന്ന ആള് പോയി എന്ത് കാര്യത്തിനാണ് ഇത്രയും, ഇത് കാണാനാണ് ഇത്ര ഇടി ഉണ്ടാക്കിയെന്ന് ചോദിക്കില്ല. ഇല്ല, ഉറപ്പായിട്ടില്ല. കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവൻ ഈ പറഞ്ഞ സ്ട്രെയിൻ എല്ലാം സ്ട്രഗിൾ എല്ലാം മറക്കുകയാണ്. അവര് പറയാണ് ഉക്കര സിനിമയായിരുന്നു കേട്ടോ, കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു. പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ഷോ കഴിഞ്ഞു ചേട്ടാ, സെക്കൻഡ് ഞങ്ങൾ ക്യൂവിലേക്കാണ്, ടിക്കറ്റ് കിട്ടുമെന്നൊന്നല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ടിക്കറ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടല്ല കാണുന്നത്. അത് കാരണം അവർ ചോദിക്കുമ്പോൾ പറഞ്ഞ പല തമാശകളും ജനങ്ങൾ ചിരി കാരണം കേൾക്കാൻ പറ്റിയില്ല, അടുത്ത ഷോക്കെങ്കിലും പോയിട്ട് അത് എന്താണെന്ന് ആസ്വദിക്കണം എന്നും പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഇങ്ങനെ ചിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന കുറേ തമാശകളൊക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലൊന്ന്, അത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥന മനസ്സിലുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാളും എന്തേ ഒരു സിനിമ ചെയ്യാൻ വൈകിയത്? കാരണം ഞാനൊരു ഇൻ്റർവ്യൂവിൽ, അത് ഈ അടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാഗസീനിൽ നൽകിയൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ പറയുന്നുണ്ടായി, ഞാൻ ഒരുപാട് നാളായി നാദിർഷേനോട് പറയുന്ന ഒരു മൂവി ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് നാളായി തന്നെ പറയാം. എന്നിട്ടാണ് ഒരു ഫിലിം ഏകദേശം 8-10 വർഷത്തോളമായി ഞാൻ സിനിമ ചെയ്യുന്ന അനൗൺസ് ചെയ്തിട്ട്. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കറക്റ്റ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് മറ്റേ നാടോടി കാറ്റിൽ പറയും പോലെ എൻ്റെ സമയം വന്നത് ഇപ്പോഴായിരിക്കും എനിക്കൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒത്തു വന്നത്. അങ്ങനെ ഒരു നല്ലതൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു നല്ല സിനിമ എപ്പോഴും പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും പോലെ എല്ലാ കാര്യങ്ങളും വരും. അതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതെ തന്നെ ചില കാര്യങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടി പ്ലസ്സായിട്ട് സംഭവിച്ച് വരാറുണ്ട്. അത്തരത്തിൽ സംഭവിച്ച പല നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്തൊരു ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ് ആദ്യം തൊട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇനി ഈ സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയുന്നത് നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരാരും ഒരു പൃഥ്വിരാജോ അല്ലെങ്കിൽ ജയസൂര്യയായിട്ടോ ഒന്നും അതിൽ ഫീൽ ചെയ്യുന്നില്ല. അമർ അക്ബർ അന്തോണി, അത് തന്നെ ആ നമ്മുടെ ചുറ്റുപാടത്തൊക്കെ കാണുന്ന പയ്യന്മാർ. ഇപ്പോൾ അതിലിപ്പോൾ ജയസൂര്യ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, കാലിന് വയ്യാണ്ടിരിക്കുന്ന ഒരാൾ, ഞാൻ ആ ഒരു ക്യാരക്ടർ ശരിക്കും നമുക്ക് ഇയാൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇത്? ജയസൂര്യാണ് ആദ്യം കഥ കേട്ടത്, ജയസൂര്യ സമ്മതിച്ചു. അതിനുശേഷം പിന്നെ പൃഥ്വിരാജ് രണ്ടാമത് കേൾക്കുന്ന, ഈ ഗ്യാങ്ങിൽ രണ്ടാമത് കേൾക്കുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ ഈ സിനിമ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണ് നോക്കിയപ്പോൾ ക്ലാസ്മേറ്റ്സ് ടീമായാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു. നമ്മൾ എക്സലൻ്റ് ആണ് ക്ലാസ്മേറ്റ് ടീം എന്ന് പറയുന്നത് നിങ്ങളുടെ 3 പേരുടെ. അപ്പോൾ ഞാൻ ഇന്ദ്രേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം. ഇന്ദ്രേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ രാജു ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, നാഷികയുടെയാണ്, നാഷിക ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, നല്ല സബ്ജക്റ്റാണ്, നമ്മൾ ചെയ്താൽ നന്നാവും, ചേട്ടൻ ഒന്ന് കേട്ടോക്ക്, ചേട്ടൻ കേട്ടോക്കിയിട്ട് തീരുമാനം എടുത്താൽ മതി. ഇന്ദ്രൻ കേട്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ കേൾക്കാം, കേട്ടിട്ട് ഞാനത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഓക്കെ ചെയ്യാം.
നമിതയെ ഈ പറഞ്ഞ പോലെ തന്നെ ജെനി നമിത ആദ്യം ഉണ്ടായില്ല ഈ പടത്തിൽ. ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമിതയുടെ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന സമയത്ത് നമിതയിൽ ഈ പടത്തിൽ അഭിനയിക്കാനായിട്ട് ഡേറ്റ് ഉണ്ടായില്ല. പകരം വേറൊരു പടം കമ്മിറ്റ് ചെയ്തേക്കായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ നമിത തന്നെയായിരുന്നു. ഈ ഒരു പിക്ചറിൽ നമിത അല്ലാണ്ട് അയ്യോ നമിത കിട്ടിയിരുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ നടന്ന് നമ്മൾ വേറെ പല അതർ ലാംഗ്വേജിലൊക്കെ തപ്പി നടന്നു. അപ്പോഴൊക്കെ മനസ്സിൽ എന്നാലും മറ്റേതായിരുന്നു കറക്റ്റായിരുന്നല്ലേ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് നമിത പറഞ്ഞു, നമിതയുടെ ഫാദറാണ് വിളിച്ചിട്ട് പറഞ്ഞ പക്ഷേ ആ പടം ആ പ്രോജക്റ്റ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്, അവൾക്ക് ആ സമയത്ത് എക്സാമാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ആ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഇത്, അതിന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പം തന്നെ നമ്മൾ അപ്പോൾ ഓൾറെഡി വേറെ ആളായിട്ടുണ്ടല്ലോ, നേരെ പോയിട്ട് നമിതക്ക് അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ഈ ചിത്രത്തിൽ പാത്തു എന്ന ക്യാരക്ടർ ചെയ്യുന്ന കൊച്ചുമോൾ മീനാക്ഷി കുറെ കൊച്ചു കുട്ടികളെ നമ്മൾ കണ്ടു. ഓഡീഷൻ അവിടെ ഇവിടെ ആയിക്കട്ടെ, അത് കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അവരെ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ അഭിനയിച്ച് നോക്കിയിട്ട് മോളെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണത്തിൻ്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പേരെയൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്തു നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാന്ന് പറയാറില്ല. അങ്ങനെ ഈ നമ്മുടെ പാത്തുവിനെ കൊണ്ടുവന്നിട്ട് നോക്കി അവിടെയൊക്കെ കളിച്ചെടുക്കണ്ടായിരുന്നു. അതിനിടയിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു ഫസ്റ്റ് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇത് മാഷ് വരച്ചതാണ്, അല്ല ഇത് ഞാൻ വരച്ചാണ്, അല്ല ഇത് ഈ ഒരു പടം കാണിച്ചിട്ട് അവളുടെ ഇൻട്രൊഡക്ഷൻ ഇത് മാഷ് വരച്ചാണ്, ബാക്കി എല്ലാ പടങ്ങളും ഞാൻ വരച്ചാണെന്ന് പറയുന്നൊരു സാധനം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അത് വളരെ കാഷ്വലായിട്ട് കൊച്ച് പ്രസൻറ്റ് ചെയ്യണം. കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ പാത്തു. ആ പാത്തുവിനെ നമ്മളതൊന്ന് ഫിക്സ് ചെയ്ത് പാത്തു ആയിട്ട് ഒരു ടേക്കും ഇന്ന് വരെ റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. മറ്റ് കൂടെ നിൽക്കുന്ന പല നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തെറ്റിച്ചെങ്കിലേ ഉള്ളൂ, അവള് തെറ്റിച്ചിട്ടില്ല. എന്ത് ചെയ്യണം പാത്തു, എന്ത് ചെയ്യണം? ഇവിടെയാണോ? അല്ല ഇവള് കോട്ടയത്താണ്, കോട്ടയത്ത് ഭാഗത്ത് പടി. എൻ്റെ മോളല്ല അത് പലരും വിചാരിച്ചിരിക്കണ്ടായിരുന്നു. നാദർഷയുടെ മകളാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. പല വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ മെസ്സേജ്. എൻ്റെ മോളല്ല, എൻ്റെ മോളെ പോലെയാണ് ഇപ്പം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് എനിക്ക് ആ മോളോടുള്ളത്. അത് കോട്ടയം ഭാഗത്താണ് കൊച്ചിൻ്റെ വീട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ പാട്ടുകളുടെ കാര്യം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ 3 ആൾക്കാരും അമറും അക്ബറും അന്തോണിയും അവർ മാത്രമല്ല ഷാജോൻ കലാപം ഷാജോനും പാടിയിട്ടുണ്ട്. ഈ പാട്ടിപ്പോൾ ഒരു പ്രേമമെന്നാൽ എന്താണ് പെണ്ണെ, അത് കരളിനുള്ളിൽ തീയാണ് കണ്ണെ. അത് ഈ പടത്തിൽ 3 പാട്ടുണ്ട്. അതിൽ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് അതിലൊരു മലയാളം തമിഴ് ഹിന്ദി 3 ലാംഗ്വേജിലെ പാട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയും പാടിയിരിക്കുന്നത് വിജയ് വിശ്വാസ്, അഫ്സൽ, എൻ്റെ അനിയൻ സമദ്, ഇവർ 3 പേരും. പിന്നെ അതിനകത്ത് ഈ പ്രേമമെന്നാൽ എന്നുള്ള കള്ളുപാട്ട് പാടിയിരിക്കുന്നത് പൃഥ്വിരാജ്, ജയസുരേന്ദ്രയത്തും ഷാജോണ്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് ഞാനാണ്. പിന്നെ എല്ലാ പാട്ടും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഞാൻ. പിന്നെ അതിനകത്ത് എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു അതാ ആ കുട്ടി പാടുന്ന പാട്ട്, അത് പാടിയിരിക്കുന്നത് ബേബി ശ്രേയ, അത് എഴുതിയിരിക്കുന്നത് ബാപ്പു വാവാട്. അദ്ദേഹം മലപ്പുറത്തുള്ള ഒരു ഗാനരചയിതാവാണ്. അതും നല്ല രസമുള്ള ഒരു പാട്ട്. ആ പാട്ടും അത്യാവശ്യം എല്ലാ കുട്ടികളും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടുകളാണ്. ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരാളെ ഉറപ്പായിട്ടും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ഈ ചിത്രത്തിൻ്റെ വില്ലനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പേടിയും അതുപോലെ തന്നെ വളരെയധികം ദേഷ്യം വരും. ഈ ഫീല് രണ്ടും ഒരുപോലെ തന്നെ വരുന്നത്. അതെ അതെ, അത് ആ കഥാപാത്രം ചെയ്ത് ഷെഫീക്ക് വിജയിപ്പിച്ചതിൻ്റെ ഗുണമാണ്. ഷെഫീഖിന് ഇത് പറഞ്ഞ പോലെ ഒരു കളമശ്ശേരിലൊരു കല്യാണ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത്. ഷെഫീഖ് അത്യാവശ്യം ഇവിടുത്തെ CCLൊക്കെ കളിച്ചിരുന്ന് വേറെ ഏതൊക്കെ പടത്തിൽ 1-2 ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രധാന വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മലയാളിയാണെന്ന് ആരും മലയാളിയൊന്നും ആരും പറയില്ലായിരുന്നു. അപ്പം ഈ രൂപമല്ലായിരുന്നു, വേറെ രൂപമായിരുന്നു. അതൊക്കെ മാറ്റി മുടിയും തടിയും മീശയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. അപ്പം പിന്നെ എനിക്കതിനകത്ത് ഒരുപാട് നമ്മുടെ സിനിമയുടെ ഒരു വലിയ വിജയഘടകങ്ങളിലൊന്നാണ് സുജിത് വാസുദേവിൻ്റെ ക്യാമറ, ജോൺ കുട്ടിയുടെ എഡിറ്റിങ്, പിന്നെ ആർട്ട് ഡയറക്ടർ സുജിത് രാഘവൻ്റെ, അത് പിന്നെ സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂം, മേക്കപ്പ് PV ശങ്കർ അവരുടെ ഇത്, പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് ശ്രീകുമാർ, എഡി ശ്രീകുമാർ, ഇവരെല്ലാം ഈ സിനിമയുടെ വിജയ ഘടകങ്ങളിലൊന്നാണ്. സിനിമയിൽ ഈ പറയുന്ന പോലെ തന്നെ ആദ്യം
ഈ ബാൽക്കണി നമ്മൾ നേരത്തെ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ബാൽക്കണി മുഴുവൻ ഫാമിലിയും അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ മുഴുവനും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഇത്. അല്ല, ഇത് യൂത്ത് ഏറ്റെടുത്തേക്കുന്ന പടം, ഫാമിലിയും യൂത്തും. ഇത് നമ്മൾ ആദ്യമേ ഇതിനൊരു നമ്മളുടെ മനസ്സിലുള്ള ടാർഗറ്റാണ് ഫാമിലി യൂത്ത് എൻ്റർടൈനർ. അത് കൃത്യമായിട്ട് കിട്ടിയെന്നുള്ളതാണ് അത്. കാരണം രണ്ട് ഇതും ഈക്വലായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് ഒരാളെ ബുദ്ധിമുട്ടാണ്. ചില സിനിമകൾ ഇപ്പോൾ പറയും അത് യൂത്തിന് ഇഷ്ടമുള്ളതാണ്, മറ്റേ ഫാമിലി ഓറിയൻറ്റഡാണ്. പക്ഷേ ഇത് ഒരുപോലെ തന്നെ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഒന്ന് പോയിരിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതും പ്ലസ് എല്ലാം ചേർന്ന ഒരു ഫാമിലി എൻ്റർടൈനർ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു കൊച്ചു ചിത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വൃത്തിയുള്ളൊരു ചിത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ അഹങ്കാരമല്ല, സിനിമയെ പറയുമ്പോൾ കോൺഫിഡൻസ് മാത്രമായിരുന്നു. പക്ഷേ ഈ സിനിമയെ ഒരു വൻ വിജയം എന്നല്ല, ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ് എന്നൊക്കെ സിനിമാക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റാക്കി തന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. എൻ്റെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഫ്രണ്ട്സാണ്, പിന്നെ മറ്റ് മീഡിയാസാണ്. എല്ലാവരും ചേർന്ന് ഈ സിനിമയെ നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിൽ സിനിമയിൽ ഒരു നല്ല സന്ദേശമുണ്ട്, അല്ലെങ്കിൽ സിനിമയിലൊരു നന്മയുണ്ട് എന്ന് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്തു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഈ പ്രോത്സാഹനം എന്നും അങ്ങേയറ്റം വരെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഇക്ക വളരെ കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിലും നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് ഇത്രയും കുറേ നല്ല ഡീറ്റെയിൽസ് നമ്മുടെ ഇനിയും കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തുള്ള പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഡിസൈഡായോ അല്ലെങ്കിൽ എങ്ങനെയാണ്? അടുത്തുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ സക്സസ് ആയി, അതൊക്കെ. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് കയറിയിട്ട് ചാടി കയറിയിട്ട് എല്ലാം എടുക്കുന്നത്. ഞാൻ ഈ രംഗത്ത് വന്നിട്ട് കുറേ കാലമായിട്ടുള്ള മനുഷ്യനാണ്. എനിക്കറിയാം സിനിമയുടെ ഒരു വിജയം കാണുമ്പോൾ തന്നെ അതിൽ അമിതമായിട്ട് ആഹ്ലാദിച്ച് എന്താ ആർമാദിക്കുന്ന ആളല്ല. ഈ സിനിമ വിജയം കണ്ടു, അടുത്തത് സൂക്ഷിച്ചും കണ്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക എന്ന് പറയുന്നതാണ്. അതെ, തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് മറ്റ് സിനിമ ചെയ്തേക്കാൾ കൂടുതൽ സ്ട്രെയിനും എഫേർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത സിനിമയ്ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളും വളരെയധികം പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം സൺറൈസ് കഫേയിലേക്ക് വന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.